ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന പേര് എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് വലിയ പ്രതിഭയും എന്നാൽ അതിനൊത്ത അവസരങ്ങൾ ലഭിക്കാത്തവനുമായ ഒരു കളിക്കാരൻ എന്ന നിലയിലാണ്. എന്നാൽ 2026 T20 ലോകകപ്പ് കിരീടധാരണത്തോടെ ആ ആഖ്യാനം എന്നേക്കുമായി മാറി മറിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ അഭിനവ് മുകുന്ദുമായി നടത്തിയ അഭിമുഖത്തിൽ ലോകകപ്പിന് തൊട്ടു മുമ്പ് താൻ നേരിട്ട കടുത്ത മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ടീമിൽ നിന്ന് പുറത്താകുമെന്ന ഭയത്തെക്കുറിച്ചും സഞ്ജു നടത്തിയ തുറന്ന പറച്ചിലുകൾ ഏതൊരു കായിക പ്രേമിയും ചിന്തിപ്പിക്കുന്നതാണ്. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മോശം ഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ലോകകപ്പിന് തൊട്ട് മുൻപ് നടന്ന ന്യൂസിലൻഡ് പരമ്പര. ഒരു കളിക്കാരൻ തന്റെ സ്വപ്നത്തിനടുത്തെത്തുമ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദം എത്രത്തോളമാണെന്ന് സഞ്ജുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വർഷങ്ങളായി താൻ കണ്ടു നടന്ന ലോകകപ്പ് എന്ന സ്വപ്നം കയ്യെത്തും ദൂരത്ത് എത്തിയപ്പോൾ സ്വാഭാവികമായി കളിശൈലിയിൽ നിന്നും സഞ്ജു പുറത്തു കടന്നു. സവിശേഷമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. ആ പരമ്പരയിലെ സഞ്ജുവിന്റെ സ്കോറുകൾ ഏതൊരു ആരാധകനെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. ലോകകപ്പ് ടീമിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് താൻ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സമയത്താണ് ഈ തകർച്ചയുണ്ടായത്. അമിതമായ പരിശീലനവും അമിതമായ പ്രതീക്ഷകളും പലപ്പോഴും ഒരു കളിക്കാരനെ എങ്ങനെ തളർത്തുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു ആ കാലഘട്ടം. സഞ്ജു ഫോം ഔട്ടായ അതേ സമയത്താണ് ഇഷാൻ കിഷൻ എന്ന യുവതാരം മിന്നും ഫോമിലേക്ക് ഉയരുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഝാർഖണ്ഡിനായി മികച്ച പ്രകടനം നടത്തിവന്ന ഇഷാൻ തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ സെഞ്ചുറി കൂടി നേടിയതോടെ സഞ്ജുവിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ കരിനീഴലായി. ഡക്കൌട്ടിലിരുന്ന് തന്റെ പകരക്കാരൻ റൺസ് അടിച്ചു കൂട്ടുന്നത് കാണേണ്ടി വന്ന അവസ്ഥ സഞ്ജുവിനെ മാനസികമായി തളർത്തി. സഞ്ജു, ഇനി കാര്യങ്ങൾ അയാൾക്ക് വിട്ടുകൊടുക്കൂ ബോസ്, നിങ്ങളെക്കാൾ അർഹത അവനുണ്ട് എന്ന് സഞ്ജുവിനെ സ്വന്തം മനസ്സിനോട് പറയേണ്ടി വന്നു. കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധവും മറ്റൊരു താരം അസാധ്യ ഫോമിൽ ബാറ്റ് വീശുന്നത് കണ്ടപ്പോൾ തന്റെ കരിയർ അവസാനിക്കുകയാണോ എന്ന് പോലും അദ്ദേഹം ഭയന്നു. ഒരു കായിക താരം തന്റെ ഏറ്റവും വലിയ എതിരാളി താൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. അഭിമുഖത്തിൽ സഞ്ജു വ്യക്തമാക്കിയ ഒരു പ്രധാന കാര്യം പ്രതീക്ഷകളെ കുറിച്ചാണ്. ദക്ഷിണാഫ്രിക്കയിൽ റൺസ് നേടിയപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ലോകകപ്പ് അടുത്തപ്പോൾ സമ്മർദ്ദത്തിന് വഴിമാറി. സാധാരണ സഞ്ജു സാംസണിൽ നിന്ന് മാറി മറ്റാരോ ആകാൻ ശ്രമിച്ചതാണ് തനിക്ക് വിനയായതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു ദിവസം 3 മണിക്കൂർ വരെ ബാറ്റിംഗ് പരിശീലനം നടത്തിയിട്ട് ഫലം കാണാതിരുന്നപ്പോൾ ഉണ്ടായ നിരാശ വിവരിക്കാനാവാത്തതാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒപ്പം എത്താൻ മറ്റാർക്കും സാധിക്കില്ല. അപ്പോൾ പ്രതീക്ഷകൾ അല്പം കൂടിപ്പോയ എന്നൊരു ചിന്തയും ആ സമയത്ത് എനിക്കുണ്ടായി, സഞ്ജു പറയുന്നു. ലോകകപ്പ് ആരംഭിച്ചപ്പോൾ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിച്ചില്ല. ഇഷാൻ കിഷൻ ആയിരുന്നു 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ. എന്നാൽ ടീമിലെ പരിക്ക് പടർന്നതും ഓപ്പണിംഗ് സഖ്യത്തിന്റെ പരാജയം സഞ്ജുവിനെ വീണ്ടും ടീമിലേക്ക് എത്തിച്ചു. ഭാഗ്യം തുണച്ചതിനേക്കാൾ ഉപരിയായി തനിക്ക് ലഭിച്ച അവസാന അവസരത്തിൽ സഞ്ജു സ്വീകരിച്ച മാനസികാവസ്ഥയാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത്. ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ കൂടുതൽ അപകടകാരിയായി ബാറ്റ്സ്മാനാക്കി മാറ്റി. സൂപ്പർ 8-ലെ അവസാന പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു കളിച്ച 97 റൺസിന്റെ ഇന്നിംഗ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ മികച്ച ഒന്നായി വാഴ്ത്തപ്പെടുന്നു. പുറത്താകാതെ നിന്ന ടീമിനെ സെമിയിൽ എത്തിച്ച സഞ്ജു അവിടെ നിർത്തിയില്ല. സെമി ഫൈനലിലും ഫൈനലിലും 89 റൺസ് വീതം നേടി ടീമിന്റെ ടോപ്പ് സ്കോററായി സഞ്ജു ഇന്ത്യക്ക് ലോകകപ്പ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സഞ്ജുവിന്റെ ഈ അഭിമുഖം കേവലം ക്രിക്കറ്റിനെ കുറിച്ചല്ല, മറിച്ച് മനുഷ്യന്റെ മനക്കരുത്തിനെ കുറിച്ചാണ്. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ പോലും സ്വന്തം വീഴ്ചകൾ ഏറ്റുപറയാനും അർഹതയുള്ളവരെ അഭിനന്ദിക്കാനും കാണിച്ച വലിയ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും വിജയ വഴിയിൽ എത്തിച്ചത്. ഇഷാൻ കിഷന്റെ മികവിനെ ക്യാമറയ്ക്ക് മുന്നിൽ അംഗീകരിക്കാൻ കാണിച്ച ആർജവം സഞ്ജുവിനെ വ്യത്യസ്തനാക്കുന്നു. നിങ്ങൾ സവിശേഷമായി ഒന്നും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധാരണമായ നിങ്ങളുടെ മികവ് നഷ്ടപ്പെടുമെന്ന സഞ്ജുവിന്റെ നിരീക്ഷണം ഏതൊരു മേഖലയിലുള്ളവർക്കും ഒരു പാഠമാണ്. തന്റെ സ്വപ്നം അസ്തമിച്ചുവെന്ന് കരുതിയിടത്തു നിന്നും ലോകകപ്പിന്റെ താരമായി മാറിയ സഞ്ജു സാംസൺ വീഴുന്നതല്ല, വീണെടുത്തു നിന്നും എഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ പോരാട്ടമെന്ന് തെളിയിച്ചിരിക്കുന്നു. മലയാളി താരത്തിന്റെയും വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന ഒരുപാട് കായിക താരങ്ങൾക്ക് പ്രചോദനമാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും താൻ അനുഭവിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ സഞ്ജു തയ്യാറായി. അവൻ എന്റെ സ്ഥാനത്തേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നി എന്ന് സമ്മതിക്കുമ്പോൾ സഞ്ജു ഒരു സാധാരണ മനുഷ്യനായി മാറുന്നു. എന്നാൽ ആ ഭയത്തെ അതിജീവിച്ച് രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് നേടി കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു ഇതിഹാസമായി മാറുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പുതിയ തട്ടകത്തിൽ സഞ്ജു കൂടുതൽ ആത്മവിശ്വാസത്തോടെ കാണപ്പെടുന്നത് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച സമ്മർദ്ദങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന പുതിയൊരു സഞ്ജുവിനെയാണെന്ന് ക്രിക്കറ്റ് ലോകം കാണുന്നത്. സഞ്ജുവിന്റെ കരിയർ ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ്. ന്യൂസിലൻഡിന്റെ നിരാശയിൽ നിന്നും വിൻഡീസിലെയും ഫൈനലിലും ഐതിഹാസിക പ്രകടനങ്ങളിലേക്കുള്ള ദൂരം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഫലമാണ്. ലോകകപ്പ് കിരീടവും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും ആ കനൽ വഴികളിലൂടെ നടന്നതിന് കാലം സഞ്ജുവിന് നൽകിയ സമ്മാനമാണ്. ഈ അഭിമുഖത്തിലൂടെ സഞ്ജു തന്റെ ആരാധകരോട് പറയുന്നത് ഒന്നേ ഉള്ളൂ: സ്വപ്നങ്ങൾ ദൂരെയല്ല, പക്ഷെ ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. ആ തിരിച്ചറിവാണ് സഞ്ജുവിന് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ വിശ്വസ്തനായ താരമാക്കി മാറ്റിയത്.